നമസ്കാരം. ഒരു പ്രധാനപ്പെട്ട വാർത്തയുമായി പ്രഷർ റൂമിലേക്ക് എത്തിയാണ്. അത് സിനിമാ മേഖലയിലേക്കും കൂടിയാണ്. നിർമ്മാതാവ് ലിസ്റ്റ് സ്റ്റീഫനെ ബഹിഷ്കരിക്കാൻ, അദ്ദേഹം ചെയ്യുന്ന സിനിമകൾ ബഹിഷ്കരിക്കാൻ, തിയേറ്ററിൽ പ്രദർശിപ്പിക്കില്ല എന്ന തീരുമാനമായി ഫിയോക്ക് രംഗത്ത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഫിയോക്ക് അവരുടെ അംഗങ്ങൾക്ക് വാട്സാപ്പിലൂടെ മെസ്സേജുകൾ കൈമാറി. വാട്സാപ്പിലൂടെ അവർ മെസ്സേജ് കൈമാറുന്നത് ഇപ്രകാരമായിരുന്നു: മാജിക് ഫെയിം എന്ന കമ്പനിയുമായുള്ള പ്രശ്നങ്ങൾ ഇതുവരെ പരിഹരിച്ചിട്ടില്ല. മേഖലാ മീറ്റിംഗിൽ തീരുമാനിച്ചതുപോലെ സംഘടനകളുടെ അറിയിപ്പ് വന്നതിന് ശേഷമേ അവരുടെ പുതിയ ചിത്രത്തിന്റെ എഗ്രിമെന്റ് ചെയ്യാൻ പാടുള്ളൂ. അതോടൊപ്പം തന്നെ സംഘടനയെ ആലോചിക്കാതെ സിനിമയുടെ പ്രദർശനവും അനുവദിക്കില്ല. ഇത് ലിസ്റ്റിനെ എന്തുകൊണ്ടാണ് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത്? മലയാള സിനിമയിൽ നിരവധി സിനിമകൾ ചെയ്യുന്ന നിർമ്മാതാക്കളെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചതിന്റെ കാരണം വിവരം അന്വേഷിച്ചു. ലിസ്റ്റിന് നിരവധി തിയേറ്ററുകളുണ്ട്. ആ തിയേറ്ററുകളിലെല്ലാം അദ്ദേഹത്തിന്റെ സിനിമ പ്രദർശിപ്പിക്കുന്നുണ്ട്. എന്നാൽ ചില തിയേറ്ററിൽ ഇദ്ദേഹം സിനിമ നൽകുന്നില്ല എന്നാണ് ഇവർ ആരോപിക്കുന്നത്. പക്ഷേ ഒരു നിർമ്മാതാവിന് എവിടെ സിനിമ കൊടുക്കണമെന്ന് തീരുമാനിക്കാനുള്ള ആവശ്യം ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് കുറേ ദിവസങ്ങളായി നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് മീറ്റിംഗ് നടന്നു. ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷന്റെ മീറ്റിംഗ് നടന്നു. അതിൽ പ്രധാനപ്പെട്ട സിനിമാ കമ്പനികളെല്ലാം പങ്കെടുത്തു. ആന്റണി പെരുമ്പാവൂർ പങ്കെടുത്തു, ആന്റോ ജോസഫ് പങ്കെടുത്തു, അതോടൊപ്പം തന്നെ സെൻട്രൽ പിക്ചേഴ്സ്, അങ്ങനെ നിരവധി കമ്പനികൾ പങ്കെടുത്തിരുന്നു. ഇവരെല്ലാം ഈ നിലപാടിനെ എതിർത്തുകൊണ്ടാണ് പോയത്. അങ്ങനെ ഒരാളുടെ സിനിമ ബഹിഷ്കരിക്കാൻ ഫിയോക്കിന് എന്താണ് അധികാരം എന്ന രീതിയിലേക്ക് ഇവർ ചോദ്യം ഉയർത്തി. ആ ചോദ്യം വലിയ ചോദ്യത്തിലേക്കും അങ്ങനെ നിരവധി ആളുകൾ ഇതിൽ പങ്കെടുത്ത നിരവധി ആളുകൾ ഉണ്ടായിരുന്നു. ലിസ്റ്റിന്റെ സിനിമ ബഹിഷ്കരിക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന തീരുമാനത്തിലേക്ക് ഇവർ എത്തുകയായിരുന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അതോടൊപ്പം തന്നെ ഇതിന്റെ പാരലായിട്ട് ഫിയോക്കിന്റെ മീറ്റിംഗും ഇന്ന് ചേർന്നിരുന്നു, കൊച്ചിയിൽ ചേർന്നിരുന്നു. പിന്നീട് ഫിയോക്ക് എന്താണ് പത്തി മടക്കി എന്ന് വേണം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിരുപാധികം പിൻവലിച്ചിരിക്കുന്നു ലിസ്റ്റിന്റെ വിലക്ക്. കാരണം അത് മുന്നോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് നിലവിലെ പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിർമ്മാതാക്കളും നിലവിലെ പടങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന കമ്പനികളും, ദുൽഖർ കമ്പനി ഉൾപ്പെടെ ഉണ്ടായിരുന്നു, ഈ കമ്പനികളും കൃത്യമായ നിലപാടെടുത്തു. അത്തരമൊരു നിലപാടിലേക്ക് പോകാൻ പാടില്ല എന്ന് തീരുമാനമെടുത്തിരിക്കുന്നു. ഒരു പ്രൊഡ്യൂസറിന്റെ സിനിമ ബഹിഷ്കരിക്കാൻ ഫിയോക്ക് പോലെ സംഘടനയ്ക്ക് എന്താണ് അധികാരമുള്ളത്? ഇതിനു മുമ്പ് ലിബർട്ടി ബഷീറിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന സംഘടനയാണ് ഫെഡറേഷൻ. ഇതും ഇങ്ങനെ ഒറ്റയാൾ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ് ഫിയോക്ക് ഉണ്ടായതെന്നും അതും ഇന്നത്തെ മീറ്റിംഗിൽ ഓർമ്മപ്പെടുത്തിയുണ്ടായി. അത്തരം ഒറ്റയാൾ തീരുമാനമെടുക്കുന്ന നടപടി ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇന്ന് തീരുമാനമെടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട കാര്യം, തമിഴ് സിനിമകളിലെ തിയേറ്റർ ഉടമകളും വിതരണക്കാർക്കുമായി നിർമ്മാതാവിനുമുള്ള ഷെയറുമായിട്ട് 50% വെച്ചാണ് നിലവിലുള്ളത്. വലിയ സിനിമകൾക്ക് 55% തിയേറ്ററുകാർക്കും അങ്ങനെയാണ് ഇത് പോയത്. പക്ഷെ ഇപ്പോൾ ഒരു ചെറിയ സിനിമകൾക്ക് വന്നപ്പോൾ അതും ഷെയർ കൂട്ടണമെന്ന് തിയേറ്ററുകാർ പറയുന്നു. അതും നടപ്പിലാക്കാൻ കഴിയില്ല. നിലവിലുള്ള സ്ട്രാറ്റജി എന്താണോ അത് തുടർന്ന് അങ്ങനെ തന്നെ പോകണമെന്നൊരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നു എന്നാണ് കിട്ടുന്നത്. വെറുതെ ഫിയോക്കിന്റെ വാശിയാണ് എന്ന് പറയപ്പെടുന്നു, അത് ലിസ്റ്റിന്റെ വാശിയാണെന്ന് പറയപ്പെടുന്നു. പക്ഷേ ലിസ്റ്റിനെ പോലെയുള്ള സിനിമ ചെയ്യുന്ന നിർമ്മാതാക്കൾ, ആന്റണി പെരുമ്പാവൂരിനെ പോലെ സിനിമ ചെയ്യുന്ന നിർമ്മാതാക്കൾ, ആന്റോ ജോസഫിനെ പോലെ സിനിമ ചെയ്യുന്ന നിർമ്മാതാക്കൾ, ആഷിഖ് ഉസ്മാനെ പോലെ സിനിമ ചെയ്യുന്ന നിർമ്മാതാക്കൾ, ദുൽഖർ കമ്പനിയെ പോലെ സിനിമ ചെയ്യുന്ന നിർമ്മാതാക്കൾ, അങ്ങനെ നിരവധി എപ്പോഴും സിനിമ ചെയ്യുന്ന കമ്പനികളുണ്ട്. ഈ കമ്പനികളെയൊക്കെ വെറുപ്പിച്ചുകൊണ്ട് ഫിയോക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിർമ്മാതാക്കളുടെ സംഘടനയും അതിന് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷനും അതിന് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയങ്ങൾ അവർ പിൻവലിച്ചത്. നിലവിൽ ഇങ്ങനെ തന്നെ പോട്ടെ എന്നൊരു തീരുമാനത്തിലെത്തി. അല്ലെങ്കിൽ വലിയ നഷ്ടമുണ്ടാകും. ഒരു കാരണവശാലും ഇങ്ങനെ വിലക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് ഇന്നത്തെ യോഗത്തിൽ തീരുമാനമുണ്ടായത്. സെപ്പറേറ്റ് മീറ്റിംഗുകൾ ഉണ്ടായിരുന്നു. ഒടുവിൽ നിർമ്മാതാക്കളുടെ സംഘടനയിൽ സംയുക്തമായി മീറ്റിംഗ് ചേർന്ന ശേഷമാണ് ഇത്തരം ഒരു വിലക്ക് പാടില്ല, ആ വിലക്ക് നിലനിൽക്കില്ല എന്ന് കൃത്യമായി പറയുകയും ലാസ്റ്റ് ഇവർ കൈകൊടുത്ത് പിരിഞ്ഞു എന്നാണ് എനിക്ക് കിട്ടുന്നത്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സമരപ്രഖ്യാപനം. 21-ാം തീയതി സമരപ്രഖ്യാപനം നടന്നത്. സിനിമാ മേഖല സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള സമരപ്രഖ്യാപനം സർക്കാർ ഇതുവരെ ചർച്ചയ്ക്ക് വിളിച്ചില്ല എന്നാണ് പറയുന്നത്. പക്ഷേ സർക്കാർ നാളെ 12:30 മണിക്ക് തിരുവനന്തപുരത്ത് ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ആ ചർച്ചയിൽ ഗുണമുണ്ടായാൽ നിർമ്മാതാക്കൾ അല്ലെങ്കിൽ സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ, സിനിമാ സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളുമായി പ്രശ്നങ്ങൾ ഒത്തുതീർപ്പായാൽ സമരം ഉണ്ടാക്കാനുള്ള സാധ്യതയും കാണുന്നില്ല. ഇല്ലെങ്കിൽ സമരവുമായി മുന്നോട്ട് പോകുമെന്നാണ് എനിക്കിപ്പോൾ കിട്ടുന്ന വിവരം. എന്തായാലും കാത്തിരുന്ന് കാണാം. സിനിമാ മേഖല പ്രതിസന്ധി വിലക്കുകൊണ്ട് തീരുന്നതല്ല. ഒന്നിച്ചു നിന്നാൽ സിനിമാ മേഖല പ്രശ്നങ്ങൾ പരിഹരിക്കാം. ഒരു ടേബിൾ ചുറ്റുമിരുന്നാൽ സിനിമാ മേഖല പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആദ്യം ഉള്ളിലെ പ്രശ്നങ്ങൾ തീർക്കുക, എന്നിട്ട് സർക്കാരിലേക്ക് സമരത്തിന് പോവുക. ഇതാണ് വേണ്ടത്.